വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പെർഫ്യൂം അഹമ്മദ് അൽ മഗ്രിബി എന്ന ബ്രാൻഡിന്റെ ബിദുൻ ഇസം എന്ന പെർഫ്യൂമാണ്. ഇതേ ബ്രാൻഡിന്റെ മുൻപ് ഞാൻ രണ്ട് പെർഫ്യൂം കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് അഹമ്മദ് അൽ മഗ്രിബിയുടെ കാഫ്, മറ്റൊന്ന് ലെതർ. ഈ രണ്ട് പെർഫ്യൂമുകൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ്. ഇതെന്റെ മൂന്നാമത്തെ പെർഫ്യൂമാണ് ഇതേ ബ്രാൻഡിന്റെ. ജസ്റ്റ് ഞാൻ അതിനൊരു ബോട്ടിൽ കവറിങ് ആൻഡ് ബോട്ടിൽ പ്രസന്റേഷൻ ഒന്ന് കാണിച്ചു തരാം. അതിങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. ഇവിടെ അഹമ്മദ് അൽ മഗ്രിബിയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ബാർകോഡ് കാര്യങ്ങളൊക്കെ. ഇങ്ങനെയാണ് ബോട്ടിൽ പ്രസന്റേഷൻ. 50 ml വാട്ടർ പെർഫ്യൂം മെയ്ഡ് ഇൻ UAE. ഇത് 2024 ബാച്ചാണ്. മൊത്തത്തിലൊരു പള്ളിപ്പെരുന്നാൾ വൈബ്, നല്ല കളർഫുള്ള് ബോട്ടിൽ. ഇതിൻ്റെ സ്പ്രേ ഒന്ന് നോക്കാം. നല്ല സ്പ്രേയർ. ഞാൻ അതിൻ്റെ സ്മെല്ല് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇതിലെ നോട്ട്സ് കൊടുത്തിരിക്കുന്ന ടോപ്പ് നോട്ട് സാഫ്രോൺ റോസ്, നോട്ട് വൈറ്റ് ഫ്ലോറൽ, ബേസ് നോട്ട് ഊത്, ആംബർ, മസ്ക്. ഇത്രയും നോട്ടുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ നോട്ടുകളൊന്നുമല്ല, കുറച്ച് നോട്ടുകളുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് സ്പ്രേ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്മെല്ല് നല്ല സ്വീറ്റ് ഊത് സാഫ്രോൺ. ഇതാണ് നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടുന്നത്. പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആംബർ, മസ്ക്, കുറച്ചൊരു വൈറ്റ് ഫ്ലോറൽ നോട്ട്സ്, ഇതൊക്കെയാണ് ഇതിന്റെ നോട്ട്സ്. ഈ പെർഫ്യൂമിന് പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര വേരിയേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യം എന്താണോ സ്പ്രേ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്മെല്ല് അത് തന്നെയാണ് ഇതിന്റെ മിഡിൽ നോട്ടും ബേസ് നോട്ടെല്ലാം ഒരേ വൈബ് തന്നെയാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സ്റ്റാർട്ടിങ് അടിക്കുമ്പോൾ കുറച്ചൊരു സ്ട്രോങ് പോലെ തോന്നും, അതിനുശേഷം അത് മൈൽഡായിട്ട് പിന്നെ ഇതേ വൈബിൽ തന്നെയാണ് ഈ പെർഫ്യൂം മൊത്തം പോകുന്നത്. ഈ പെർഫ്യൂം ഞാൻ സ്നിഫ് ചെയ്തപ്പം എനിക്ക് മറ്റു ചില പെർഫ്യൂമുകളും കൂടെ എന്നെ റിമൈൻഡ് ചെയ്യിപ്പിച്ചു. ഞാൻ തന്നെ എൻ്റെ ചാനലിൽ ഒരു അജ്മൽ എന്ന പെർഫ്യൂമിന്റെ ഒരു ആംബർ റോസ് എന്നൊരു പെർഫ്യൂം ഓയിൽ ഇട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഈ ഒരു സ്മെല്ലാണ്. അതുപോലെ സിസ് അറേബിന്റെ ഷഗഫ് ഊദ്, അജ്മലിന്റെ വിശാൽ ദഹബ്, അതൊക്കെ ഏകദേശം ഈ ഒരു വൈബിൽ പോകുന്ന പെർഫ്യൂമുകളാണ്. സെയിം എക്സാക്ട് എന്നല്ല, ഏകദേശം ഒരു അറബിക് ടച്ചുള്ള പെർഫ്യൂമുകൾ. അത് ഏകദേശം അതേ സ്മെല്ല് തന്നെയാണ് ബിദുൻ ഇസം എന്ന പെർഫ്യൂമിനും. ഇതൊരു യുണീക്ക് സ്മെല്ലൊന്നുമല്ല. നമുക്ക് അവിടെ ഇവിടെ എല്ലാം ഇടയ്ക്ക് ഈ അറബിക് പെർഫ്യൂമുകളെല്ലാം കിട്ടുന്ന അതേ വൈബുള്ള സ്മെല്ല് തന്നെയാണ്. ഇതിന്റെ ലാസ്റ്റിങ് 10+ അവർ നമുക്ക് ഡ്രസ്സിൽ കിട്ടും. നല്ല ലാസ്റ്റിംഗ് ആണ്. പ്രൊജക്ഷൻ ഒരു 2 അവർ മോഡറേറ്റ് ആണ്, ഭയങ്കര ഹെവി പ്രൊജക്ഷൻ ഒന്നുമല്ല. നമുക്ക് ഈ ഒരു ആംബിയൻസിലൊക്കെ ഒരു 2 അവർ നൈസായിട്ട് ഇത് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഡ്രസ്സിൽ ഒരു 10+ അവർ മുകളിൽ ഈ പെർഫോം ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 5 KD ആണ് കുവൈറ്റിൽ ഇതിന്റെ പ്രൈസ്. ആ പൈസയ്ക്ക് ഇത് നല്ല വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. നല്ല ലാസ്റ്റിംഗ് ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല സ്മെല്ലാണ്. യൂണിസെക്സ് ആണ്, ബോയ്സിനും ഗേൾസിനും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ് ഞാൻ കൂടുതലായിട്ടും ഇത് സജസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് തണുപ്പുള്ള സമയങ്ങളിൽ വൈകുന്നേരങ്ങളിൽ, പിന്നെ AC റൂമിലൊക്കെ ഇരിക്കുന്ന വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കും പറ്റും. ഓഫീസിന് അത്ര ആപ്റ്റ് അല്ല, ഇനഫെൻസീവ് ആണ്. പ്രത്യേകിച്ച് കുത്തലുകളോ അങ്ങനെ ഹെഡേക്കോ സൊഫേഗേഷനോ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു സ്മെല്ലൊന്നുമല്ല. പക്ഷെ എസ്പെഷ്യലി ഒരു പാർട്ടി വൈബ് പെർഫ്യൂം, പാർട്ടി വൈബ്, ഫങ്ഷൻസ്, ഫ്രണ്ട്സിനോടൊക്കെ പോയി ഒന്ന് അടിച്ചു പിടിക്കാൻ പോകുന്ന ആ സമയങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കളർഫുള്ള് പെർഫ്യൂം. ഈ അഹമ്മദ് അൽ മഗ്രിബി എന്ന പെർഫ്യൂം ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തപ്പം ഇവരൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ബഡ്ജറ്റാണ്, നല്ല പെർഫോമൻസ്, നല്ല സ്മെല്ല്, നല്ല പെർഫോമൻസ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡാണ് അഹമ്മദ് അൽ മഗ്രിബി. ഞാൻ പോകുന്നു. ബൈ ബൈ.